എവരിവൺ, ഇന്ന് നമ്മൾ കാലിലുണ്ടാവുന്ന ആണിയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. കോൺ എന്ന് പറയും. അപ്പോൾ ഷുഗറുള്ള രോഗികളിൽ ഇത് സാധാരണമായിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഷുഗറുള്ള രോഗികളിൽ മസിലൊക്കെ ലൂസായി കഴിയുമ്പോൾ, പാദത്തിൻ്റെ മസിലൊക്കെ ലൂസായി കഴിയുമ്പോൾ പതുക്കെ എല്ലുകൾ സിങ്ക് ചെയ്യാൻ തുടങ്ങും. എല്ലുകൾ താഴ്ത്തിട്ട് വരാൻ പോകും. അപ്പോൾ എല്ലുകൾ താഴ്ത്തിട്ട് വന്നു കഴിയുമ്പോൾ അവിടെ പ്രഷർ വരാൻ തുടങ്ങും. പാദത്തിൻ്റെ അടിയിൽ പ്രഷർ വരാൻ തുടങ്ങും. ആ പ്രഷർ വന്നു കഴിയുമ്പോൾ അവിടെ ആണി പോലെ ഉണ്ടാവും. അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേജാണ്. ആ ആണി തുടക്കത്തിലെ നമ്മൾ കണ്ടുപിടിക്കുകയും അത് ജസ്റ്റ് സ്ക്രേപ്പ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ആ പ്രശ്നം അതോടുകൂടി തീർന്നു. ഈ സ്റ്റേജിൽ ആരും ഡോക്ടറെ കാണില്ല. അവർ തന്നെ ചികിത്സിക്കാൻ നോക്കും. ഏതെങ്കിലും ഒരു ചെറിയ ബ്ലേഡ് എടുത്ത് കത്തി വെച്ചൊക്കെ കണ്ടിച്ച് കളയുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത് പിന്നെയും പ്രോഗ്രസ് ചെയ്യും, അകത്തേട്ട് വളരും, എന്നിട്ട് അതൊരു ഇൻഫെക്ഷൻ ആവും. ഇൻഫെക്ഷൻ ആയി കഴിയുമ്പോൾ എന്ത് പറ്റും? അവിടെ ജസ്റ്റ് സോഫ്റ്റ് ടിഷ്യൂ ചുറ്റും ഇൻഫെക്ഷൻ ആവും. അവസാനം അത് എല്ലിനെ ബാധിക്കും. എല്ലിനെ ബാധിച്ച് ഓസ്റ്റിയോമൈലൈറ്റിസ് ആയി കഴിയുമ്പോൾ ഡോക്ടറെ അടുത്ത് ചെല്ലും. അപ്പോൾ പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. എല്ലിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ആംബ്യൂട്ടേഷൻ, അതായത് കട്ട് ചെയ്ത് കളയേ പറ്റുകയുള്ളൂ. അപ്പോൾ ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേകിച്ച്, എല്ലാവരും സ്വയം ചികിത്സിക്കാൻ നോക്കരുത്. പക്ഷേ ഡയബറ്റീസ് ഉള്ളവർ പ്രത്യേകിച്ചും ഈ ആണി പോലുള്ള കാര്യങ്ങൾ സ്വയമായി ചികിത്സിക്കരുത്. തീർച്ചയായും ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഡോക്ടറെ കാണുകയും അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ഇനീഷ്യൽ സ്റ്റേജസിലൂടെ ചെയ്യുകയും ചെയ്യുന്നത്. ഈ ഡോക്ടർ എന്താണ് ചെയ്യുന്നത്? ഡോക്ടർ അത് സ്റ്റെറൈൽ കണ്ടീഷനിൽ അത് സ്ക്രേപ്പ് ചെയ്തെടുക്കുകയും ആ കോൺ എടുത്ത് മാറ്റുകയും ചെയ്യും. എന്നിട്ട് അവിടെ പ്രഷർ വരാത്ത രീതിയിൽ ജസ്റ്റ് ഓഫ് ലോഡിങ് ഡ്രസ്സിങ് ചെയ്യും. ഓഫ് ലോഡിങ് ഡ്രസ്സിങ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ പിന്നീട് പ്രഷർ വരാത്തതുകൊണ്ട് അത് പൂർണ്ണമായി ഹീലായി പോവുകയും ഇൻഫെക്ഷൻ വരാതിരിക്കുകയും ചെയ്യും. അപ്പോൾ പിന്നീട് റിക്കറൻ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഓസ്റ്റിയോട്ടമി പോലുള്ള ചെറിയ പ്രൊസീജിയറിലൂടെ പിന്നെയും വരുന്നത് തടയുകയും പിന്നീട് നമ്മൾ കാല് മുറിച്ച് കളയുന്നതൊക്കെ ഒഴിവാക്കാൻ സാധിക്കും.